ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ ദിവസം മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. ഇന്ന് പെസഹ വ്യാഴാഴ്ച. അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും ദിവസം നാം ആചരിക്കുന്നു. കർത്താവ് എത്ര കാരുണ്യവാനാണ്. ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഒത്തിരി പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, എൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരു വലിയ മാറ്റമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പലരും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ദൈവവചനം, ഈ പ്രാർത്ഥനയും ദൈവവചനവും നിങ്ങൾ മുടങ്ങാതെ കേൾക്കുമ്പോൾ ഒത്തിരിയധികം അനുഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് ചൊരിയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കർത്താവ് പ്രദാനം ചെയ്യുന്നുണ്ട്. ഏത് പ്രശ്നത്തിലും പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥന ജീവിതം മുഴുവനും ഉള്ള അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ്. യേശു ഓരോ നിമിഷവും പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ, തൻ്റെ ശുശ്രൂഷയ്ക്ക് പിൻപിൽ എല്ലാം യേശു പിതാവിനോട് കൂടെയായിരുന്നു. അതാണ് പ്രാർത്ഥന. ഇന്ന് നമ്മെ അറിയാവുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ ഹൃദയം തുറന്ന് കാഴ്ചവെക്കാം. മക്കൾക്ക് ഒരു നല്ല ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. വിദേശത്ത് ജോലിയില്ലാതെ കഴിയുന്ന പല മക്കളെക്കുറിച്ചും ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നുണ്ട്. ബാങ്ക് ലോൺ അടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. മക്കളുടെ കടബാധ്യത തീർക്കാൻ വീടും പറമ്പും വിൽക്കാതെ തന്നെ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മക്കളുടെ ഫീസ് കൊടുക്കാൻ പോലും പണമില്ല, ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഓർത്തിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമങ്ങളെ കർത്താവ് കാണുന്നു. രോഗപീഠകൾ കാരണം ഡോക്ടേഴ്സ് ഈ രോഗം മാറത്തില്ല എന്ന് പറയുമ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ നല്ലൊരു നോർമൽ റിപ്പോർട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രത്യാശ കർത്താവായ ദൈവത്തിലായിരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തും. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ രോഗത്തിന് സൗഖ്യമുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ കടബാധ്യതകളെ മാറ്റാൻ കർത്താവിന് സാധിക്കും. നിങ്ങളുടെ തകർന്ന സാമ്പത്തിക അവസ്ഥയെ പിടിച്ചുയർത്തുവാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു ജോലി നൽകാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾ എഴുതിയ പരീക്ഷകൾ ഉന്നതമായ വിജയം നൽകാൻ കർത്താവിന് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ജോലി ലഭിക്കുന്നതിന് കർത്താവിന് സാധിക്കും. നിങ്ങളുടെ വിവാഹം നടത്താൻ കർത്താവിന് സാധിക്കും. നാം ചോദിക്കുക, കർത്താവേ എനിക്കിത് വേണം. നമ്മുടെ സ്വന്തം സ്നേഹവാനായ ഒരു അപ്പനോട് ചോദിക്കുന്ന ആ ചോദ്യം നമുക്കും പിതാവായ ദൈവത്തോട് ചോദിക്കാം. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സ്വയം എളിമപ്പെടുത്തി പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഒരുങ്ങുന്ന ഈ ദിവസം, പെസഹ തിരുനാളിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസം, കർത്താവായ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. നമുക്കും പരസ്പരം എല്ലാവരോടും ക്ഷമിക്കാനും കാല് കഴുകാനും അത്രമാത്രം ഹൃദയത്തിൽ എളിമപ്പെടാനും നമുക്കും സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ളവരോട് പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനും കാല് പിടിച്ചു മാപ്പ് പറയേണ്ടവരോട് അങ്ങനെ ചെയ്യാൻ നമുക്കും കൃപ തരട്ടെ. പെസഹ ആചരിക്കുന്ന നമുക്ക് എത്രയും മാത്രം എളിമപ്പെടാൻ സാധിക്കുമോ അത്രമാത്രം എളിമപ്പെടാനുള്ള ശക്തിക്കു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഓരോ പ്രാർത്ഥനയും എളിമയുടെ പ്രതീകമാണ്. ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോടൊന്നായിരിക്കുക, ദൈവസന്നിധിയിൽ മനസ്സുയർത്തുക. ഇത് എളിമയുള്ളവർക്കേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ്
എളിമയുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് അതിരാവിലെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന 5 മണിക്ക് തന്നെ കാണാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവാനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും, ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലായിടവും ദൈവമായ കർത്താവിൻ്റെ അനുഭാവം നിങ്ങൾക്കുണ്ടാകും. എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമപ്പെടുത്തും. അതിനാൽ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ അവസ്ഥയെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് യുദ്ധം തീരണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കിട്ടുവാൻ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പരസ്പരം നമ്മുടെ കുടുംബത്തിൽ പരസ്പരം ഐക്യപ്പെടുന്നതിന്, സ്നേഹിക്കുവാൻ, എളിമപ്പെടുന്നതിന് നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്താൽ നിങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. കൊച്ചുമക്കളോ കുഞ്ഞുമക്കളോ മരുമക്കളോ മരുമകനോ മരുമകളോ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ സഹോദരിമാരോ മാതാപിതാക്കളോ ആരൊക്കെ ഒരു നല്ല കാര്യം ചെയ്താലും മറ്റു കുടുംബാംഗങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇന്ന് കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമമോടെ നടന്നാൽ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നങ്ങളിൽ നിന്നാണ് നാം കരകയറുന്നത്. അതിനാൽ നമ്മുടെ കുടുംബത്തിൻ്റെ യോജിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പെസഹ തിരുനാൾ നമുക്ക് പരസ്പരം കാലുകൾ കഴുകാൻ, പരസ്പരം മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുവാൻ ഈ പെസഹ ആചരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമുക്ക് കേൾക്കാം. നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, യാത്രകളെ സമർപ്പിച്ച്, ഇന്നത്തെ എല്ലാ പ്രോഗ്രാംസിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 63 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കുന്നവർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിൽ പതിക്കും. അവർ വാളിനിരയാകും. അവർ കുറുനരികൾക്ക് ഭക്ഷണമാകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവിടുത്തെ നാമത്തിൽ സത്യം ചെയ്യുന്നവർ അഭിമാനം കൊള്ളും. നുണയരുടെ വായ് അടഞ്ഞു പോകും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ഞങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ അനേകർ വിദേശത്ത് യുദ്ധഭൂമികളിൽ, അനേകർ ജോലിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ പോലുമില്ലാതെ, ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനേകരുണ്ട്. കർത്താവെ, വിദേശത്ത് നിന്ന് പുറത്തോട്ട് പോകാൻ പോലും കഴിയാതെ ജയിലറകളിലായ അനേകരുണ്ട്. ഇന്ന് പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോകാനോ പോലും സാധിക്കാത്തവരുണ്ട്. രോഗികളായ അനേകരുണ്ട്. വർഷങ്ങളായി രോഗപീഠകൾ കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും പോകാൻ കഴിയാതെ, ഒരു പ്രാർത്ഥനയിലും പങ്കുകൊള്ളാൻ കഴിയാതെ, ഒരു പൊതുചടങ്ങിലും പങ്കുകൊള്ളാൻ കഴിയാതെ അനേകർ ഭവനങ്ങളിൽ ആയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. എൻ്റെ കർത്താവെ, നീ ഞങ്ങളെ ഓരോരുത്തരെയും കാണുന്നുവല്ലോ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിൽ ഒരു ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നിക്കണമേ. എൻ്റെ കുടുംബത്തിൽ എളിമയും വിശുദ്ധിയും വർദ്ധിക്കണമേ. എൻ്റെ കുടുംബത്തിൽ അനുസരണവും അനുകമ്പയും വർദ്ധിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ, കടബാധ്യത മൂലം
നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്തവരുണ്ട്. പണമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെയുള്ളവരുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. കിട്ടിയ ജോലിക്ക് ഉള്ള ശമ്പളം വീട്ടിൻ്റെ ഒരു കാര്യങ്ങളും നടത്താൻ സാധിക്കാത്ത തരത്തിൽ കുറച്ച് ശമ്പളമുള്ളതുകൊണ്ട് ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, മക്കളുടെ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കർത്താവേ, നീ ഇത് കാണുന്നുണ്ടല്ലോ. എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രാർത്ഥന മുടങ്ങാതെ കാണുന്നവരെ കർത്താവേ, ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പിതാവായ ദൈവമേ, നീ ഞങ്ങളുടെ അപ്പനാണ്. ഞങ്ങൾ മക്കളായ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുമേൽ നീ ഇടപെടണമേ. ഈ മക്കളെ സഹായിക്കണമേ. ഇതിൽ രോഗികളായവർക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ദാഹത്തോടെ കാത്തിരിക്കുന്നു. അങ്ങയുടെ പ്രവർത്തനത്തിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കാൻ, പരസ്പരം എളിമപ്പെടുത്താനും എളിമപ്പെടാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം, കുടുംബജീവിതത്തെ ഭദ്രമാക്കി ഈശോയെ, നീ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതുപോലെ ഞങ്ങൾക്കും പരസ്പരം കാലുകൾ കഴുകാൻ, പരസ്പരം മറ്റുള്ളവരുടെ തെറ്റുകൾ കഴുകാൻ, മറച്ചുവെക്കാൻ ഞങ്ങൾക്കും കൃപ തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ഞങ്ങൾ മറച്ചുവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, മറ്റുള്ളവരുടെ പാപങ്ങൾ കുട്ടിഘോഷിച്ച് ഞങ്ങളുടെ പാപങ്ങൾ മറച്ചുവെക്കുന്നതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്ന് ഈ പെസഹ വ്യാഴാഴ്ചയുടെ സകല അനുഗ്രഹങ്ങളും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകണമേ. പ്രത്യേകമായി ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ നീ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. യുദ്ധം കാരണം എല്ലാ തരത്തിലും ദുരിതമനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യുദ്ധം അവസാനിപ്പിക്കാൻ നിനക്ക് സാധിക്കുമല്ലോ. എല്ലായിടവും സമാധാനം സ്ഥാപിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്നവരെയും ഇത് മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരെയും ഇത് ഷെയർ ചെയ്ത് ഈ ശുശ്രൂഷയെ പിന്താങ്ങുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം
ഈ പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ നിങ്ങളുടെ എല്ലാ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സാധിച്ചു തന്ന് നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഒരു കുറവും നിങ്ങൾക്കുണ്ടാകാതെ കർത്താവ് തന്നെ നിങ്ങളെ പരിപാലിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പെസഹ വ്യാഴാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ധാരാളമായി കർത്താവ് നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.